ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ദി ഹയറാർക്കി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോട്ട് ഫോർ ഈ പറഞ്ഞ പോലെ ഒരു 100-year-old ഓർഗനൈസേഷൻ്റെ കാര്യമല്ല, ഒരു ചെറിയ ഓർഗനൈസേഷനെ സംബന്ധിച്ച് വെൻ ഇറ്റ് കംസ് ടു സ്റ്റാർട്ടപ്പ് ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അങ്ങനെ ഹയറാർക്കി ഒന്നും പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാവുന്നത്, ഐ ഷെയർ വൺ ഓഫ് മൈ എക്സ്പീരിയൻസ് വെൻ ഐ വാസ് കൺസൾട്ടിങ്. മംഗലാപുരത്തുള്ള ഒരു കോൺക്രീറ്റ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ഏകദേശം 100ഓളം ബ്ലൂ കോളർ ജോബ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ പേപ്പറിലുണ്ട്, പക്ഷെ ഇതൊന്നും കമ്മ്യൂണിക്കേറ്റഡ് അല്ല. അപ്പോൾ സ്ഥിരം ഈ കച്ചറയായിരിക്കും. ദാറ്റ് മീൻസ് നീ ആരാ എന്നോട് ഇത് ചോദിക്കാൻ, ഈ പല ഭാഷകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആൻഡ് വാട്ട് വി ഡിഡ് വാസ് ലൈക്ക്, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരച്ചു. ലാംഗ്വേജ് അവർക്ക് എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട് ഓരോ സ്ട്രക്ചറിലും ഉള്ള ആളുകളുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെച്ചു. എന്നിട്ടൊരു വലിയ പ്രിൻ്റ് എടുത്ത് എല്ലാ ആഴ്ചയിലും, എല്ലാ ശനിയാഴ്ചയാണ് അവർക്ക് കൂലി കൊടുക്കുക. ഈ കൂലി കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ പുറകെ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. ആൻഡ് ദീസ് വർക്കേഴ്സ് വെർ വെരി ക്യൂരിയസ് ടു, ഓക്കെ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ മുകളിൽ ആരാണ്, എൻ്റെ താഴെ ആരാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ഹയറാർക്കി എന്ന് പറഞ്ഞ കാര്യം അവിടെ പ്രോപ്പർലി എസ്റ്റാബ്ലിഷ്ഡ് ആയി വിത്ത് ദിസ് സിംഗിൾ സ്റ്റെപ്പ്. നിങ്ങളുടെ അനുഭവത്തിൽ ഈ ഹയറാർക്കി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ബീയിങ് അജൈൽ സ്റ്റാർട്ടപ്സ്, മയോപ്പി ആവട്ടെ, എലാൻസ് ആവട്ടെ, എങ്ങനെയാണ് നിങ്ങൾ ആ ഹയറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു ഫോർമൽ ഹയറാർക്കി ഉണ്ടോ? ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് തോന്നുന്ന ഒരു നമ്മളെ ഇനീഷ്യൽ സ്റ്റേജിൽ സമയത്ത് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വി കെയർ അബൌട്ട് പീപ്പിൾ. അപ്പം റാദർ ദാൻ എന്താ പറയുക, ഒരു പല കാര്യങ്ങളും ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയായിരുന്നു, എന്താ പറയുക, വ്യക്തികൾക്കായിരുന്നു ഭയങ്കര പ്രാധാന്യം. അപ്പോൾ ഈ ഇനീഷ്യലി ഒരു എല്ലാ സ്റ്റാർട്ടപ്സിലും യൂഷ്വലി സംഭവിക്കുന്ന മാതിരി തന്നെ ഭയങ്കര ഒരു ഫ്ലാറ്റ് ആൻഡ് സ്ട്രക്ചറാണ്. അവിടെ പ്രോപ്പർ ഹയറാർക്കി കാര്യങ്ങൾ ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു maybe I would say initial 3 to 4 years we didn't have any structure, there's no proper hierarchy. ഇങ്ങനെ ഇന്ന ആൾക്ക് റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ ഇന്നെ റിവ്യൂ ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ during that time I think probably when there are 5 or 10 people or 15 people, it's better to have that flattened system as well. Like everything നമുക്ക് എല്ലാത്തിലും ഇടപെടാൻ കഴിയും, എല്ലാത്തിലും വരുന്ന രീതിയിലുള്ള മൈക്രോ മാനേജ്മെൻറ്റ്. അപ്പം കുറച്ച് പേരൊക്കെ എന്താകുന്ന സമയത്ത് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു ഭയങ്കര സ്ട്രക്ചറലി കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വെൻ വി സ്റ്റാർട്ടഡ് ടു ഗ്രോ, അല്ലെങ്കിൽ ഒരു ഗ്രോത്തിൻ്റെ ഫേസ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അല്ലെങ്കിൽ മുന്നേ ചെയ്യേണ്ടതായിരുന്ന കാര്യം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രോപ്പർലി ആക്കുക എന്നുള്ളതാണ്. കാര്യം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ലാത്ത സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ഓണർഷിപ്പ് ഇൻ ഇറ്റ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം, ഒരു മീൻസ് ഇന്ന കാര്യം ഒരാൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയും ഓണർഷിപ്പും അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഒന്നും അവിടെ പ്രോപ്പർലി ഇല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം പേടിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഒരു ബ്രാൻഡ് എങ്ങനെ ബിൽഡാവും, അല്ലെങ്കിൽ എനിക്ക് സ്റ്റുഡൻസിനെ കിട്ടുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ഹാർഡസ്റ്റ് പാർട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രോത്തിൻ്റെ ഫേസിലാണ് ആ ഒരു ഹാർഡസ്റ്റ് പാർട്ട് ഉണ്ടാവുക. കാര്യം പല കാര്യങ്ങളും നമ്മൾ റീലേൺ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി എല്ലായിടത്തും ഭയങ്കര ക്ലോസ്ലി വർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രക്ചറിലേക്കും ഒരു ഹയറാർക്കിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗ്രോത്ത് കംസ് വിത്ത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോപ്പർ ഹയറാർക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ആൻഡ് മൂവിങ് ഓൺ ഫ്രം ഹയറാർക്കി ടു സിസ്റ്റം. ഈ സിസ്റ്റം ഒരു ബസ് വേർഡാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ഓൺടർപ്രണേഴ്സിനെ കുറിച്ചുള്ള സ്റ്റാർട്ടപ്സിൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസ്റ്റാബ്ലിഷ്ഡ് വൺസ് ദി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് വെറുതെ ഇരുന്നാൽ മതി എന്നാണ്, കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോയിക്കൊള്ളുന്നത്. അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ സ്റ്റാർട്ടപ്പിലാണല്ലോ ഹസിൽ കൾച്ചറിനെ കുറിച്ച് പറയാം. ഈ മുയൽ ഹസിലറാണല്ലോ, എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ക്യാരറ്റ് മാന്താൻ പോകും. അപ്പോൾ മുയലിൻ്റെ സുഹൃത്തൊരു കാക്ക ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മൂപ്പര് ക്യാരറ്റ് മാന്താൻ പോകുന്ന സമയത്ത് കാക്ക ഒരു മരക്കൊമ്പിൽ ഇരുന്നിട്ട് വെറുതെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുയൽ കാക്കയോട് ചോദിച്ചു, അല്ല എന്തെങ്കിലും പണിയൊന്നുമില്ല, ഞാൻ പാട്ട് പാടുക എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു ത്രെറ്റ് വന്നു. ത്രെറ്റ് എന്ന് പറഞ്ഞാൽ കുറുക്കം വന്നു. കുറുക്കം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുയലിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെടാനാണ്. അപ്പോൾ നോക്കുമ്പം കാക്ക പിന്നെയും പാട്ട് പാടുകയാണ്. അപ്പോൾ എന്തേ ഓടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞില്ല, ഞാൻ ഓടുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നു എന്നാണ്. അപ്പോൾ ആ ഈഗോയിൽ മുയലും ഓടാതിരുന്നു. കുറുക്കം വന്നു, മുയലിനെ പിടിച്ചു എന്നുള്ളതാണ്. മുയലിനെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ കാക്ക പറഞ്ഞു കൊടുത്തൊരു ഉപദേശമുണ്ട്, മോനെ വെറുതെ ഇരിക്കണമെങ്കിൽ മിനിമം ഈ ലെവലെങ്കിലും എത്തണം, ആ എത്തുന്നവരെ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഒബ്വിയസ്ലി ഹസ്ലേഴ്സ് ആവുമ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണറെ സംബന്ധിച്ച് മറ്റേ മുതലാളിയെ പോലെ വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ ദി സിസ്റ്റം വിൽ ഡൂ ദി ബിസിനസ് എന്നാണ്. അപ്പം നിങ്ങൾ 4 പേരുടെയും ഓർഗനൈസേഷനിൽ
ആക്ച്വലി ആ കാക്കയുടെ പോലെ പാട്ടും പാടി ഇരിക്കാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ അതോ പടച്ചോന്നറിയാൻ പള്ളിയിലെ കാര്യം എന്ന് പറഞ്ഞ പോലെയാണോ? എന്താണ് സ്റ്റാർട്ടിങ് ഫ്രം കെയർ ഐ എം വെരി ക്യൂരിയസ് ടു നോ. വെറുതെ ഇരിക്കാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ ആസ് എൻ ഓർഗനൈസേഷൻ, ആസ് എ ലീഡർ? എല്ലാവരും ആഗ്രഹം വെറുതെ ഇരിക്കണം തന്നെ ആയിരിക്കും, അങ്ങനെ നടക്കണമെന്നായിരിക്കും എല്ലാവർക്കും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ. ബിക്കോസ് ഇപ്പം പറഞ്ഞ മാതിരി 62 years ബാക്ക് KRS ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നല്ലോ. ഐ തിങ്ക് ഇഫ് യു ഹാവ് ടു ബിക്കം എ ഗുഡ് ഓപ്പറേഷൻസ് പേഴ്സൺ യു ഹാവ് ടു നോ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ കമ്പനി. ഹാൻഡ്സ് ഓൺ. ബിക്കോസ് എല്ലാവരും, കാരണം ദാറ്റ്സ് സംതിങ് വിച്ച് ഗ്രാൻഡ് ഫാദർ പഠിപ്പിച്ചൊരു കാര്യമാണ്. Okay, I think you can hold the mic. That's the only way you can question everyone in the company, right? Alright. If you don't know അവർ ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് അറിയില്ലെങ്കിൽ they can always take us for granted, right? ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും, കാരണം ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ പൊറോട്ട അടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ വി ഷുഡ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ പൊറോട്ട അടിക്കുന്ന ആൾ പറയും ഇത്ര പൊറോട്ട ഒരു മണിക്കൂർ അടിക്കാൻ പറ്റുമെന്ന് പറയും. നിങ്ങൾക്കും അറിയണമല്ലോ ഒരു മണിക്കൂറിൽ എത്ര പൊറോട്ട അടിക്കാൻ പറ്റുന്നു. ഫസ്റ്റ് ഓൺലി വേ യു കൻ ക്വസ്റ്റ്യൻ ഹിം. ഇപ്പം KRSനെ സംബന്ധിച്ചിടത്തോളം ആ സംബന്ധിച്ചോളം ഇപ്പം what he said is 110% correct. Only when there's an organization structure there is responsibility and thing, ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. So I don't think anybody can sit idle. കാരണം ഈ ജനറേഷനിലാണെങ്കിലും like what Myope does or someone, we get data all the time. Okay, we get data. So maybe as managers or operations person, നമ്മളെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ അനലൈസ് ചെയ്ത് ഇസ് ടു try and keep optimizing. Okay, എവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക, എവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക. I think if you're sitting idle then there's something seriously wrong. Right. Okay. So personally I think you have to എല്ലാ ദിവസവും you have to continuously try and improve, and you need to know what's happening. Micromanagement personally is what I believe. Right. After a certain point of time you can maybe relax a bit more. Understood. And the point of view, when you look at system is actually, there are two things to it. One, if you look at your startup, your company, any company, what is the best system you can have? It's not the industry leading system. It's not the most expensive system. It's the system which your people will use. If your people do not use a system, it's as good as not having one. And second thing, when you have a system, it does not solve your problems. It will only show you where the problems are. ആ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇപ്പം MYOPൻ്റെ പെർസ്പെക്റ്റീവ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റ്ലി മേ ബി കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക് വി ഹാഡ് വൺ ഇഷ്യൂ വിത്ത് ലെറ്റ്സ് സേ ഞങ്ങൾക്ക് ഇൻപുട്ട് വരുന്ന സാധനങ്ങൾ കിലോഗ്രാംസിലാണ് ആൻഡ് നമ്മൾ സെല് ചെയ്യുന്നത് ML-ലാണ്. സോ ദർ ഇസ് എ ഡിഫറൻസ് ഓവർ ദാറ്റ്. അപ്പം our system was set up in such a way that it can handle it. പക്ഷേ when we introduced a new product, പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വാസ് സംതിങ് വിച്ച് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഏർലിയർ പ്രോഡക്റ്റ്. ഓൾവേസ് ദ ഡെൻസിറ്റി യൂസ് ടു ബി ലെസ് ദാൻ 1. സോ വി ഹാഡ് സം എക്സസ്. നൗ ഞങ്ങളുടെ ഓഡിറ്റ്സിൽ നോക്കിയപ്പോഴത്തേക്കും സഡൻലി ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റോർ ഇവിടെ എക്സസ് വരുന്നു, ആസ് ഇൻ ദ പ്രോഡക്റ്റ് വാസ് ഫോളിങ് ഷോർട്ട്. അപ്പോൾ വി റിയലൈസ് ദാറ്റ് ഓക്കെ, ഈ വെറുതെ kg to ml ചെയ്താൽ മാത്രം പോരാ, വി നീഡ് ടു ബ്രിങ് ഇൻ ദാറ്റ് ആസ്പെക്ട് കോൾഡ് ഡെൻസിറ്റി. Okay. So what we did was, we went back, we checked, we have our set of processes, we have our set of systems, we have our set of people. Processil എവിടെയാണ് ഇത് കൊണ്ടുവരാനുള്ളത്? So the first point of entry, which is when the product comes in, അവിടെ we need to understand what is the density of each and every product that comes in. Second point, ഇവിടെ ഓഡിറ്റിൽ വരുമ്പോഴത്തേക്കും they need to realize that okay, density in the basis-ൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം. അപ്പോഴേ you will get whether actually shortage ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. So that was the change in the process. Now you need to go back to the system, which is we have our Zoho product, ERP, which we built on top of Zoho. Avade our IT team will be doing the changes. പക്ഷേ our system is made in such a flexible manner that we can actually do it in maybe a day or two. Third thing is people, the people aspect of it. People need to understand that this change will happen. So immediately you have the operations team who's coordinating with the training team. You have the training materials going out. You have training going to all the people in the warehouse, training going to the store managers, training going to the auditors. So all three aspects of it working together, this change was done in less than 48 hours. And suddenly that problem was solved. So it was a system which brought out this problem, and system, process, people together working to solve this problem in a
couple of days. വണ്ടർഫുൾ.